ആര്യങ്കാവ് പൂരത്തെ സംബന്ധിച്ച് ഏതാണ്ട് 96 ദേശമാണ് ഈ പൂരത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ 96 ദേശമുണ്ടെങ്കിലും കാലക്രമേണ ഇന്ന് ഏതാണ്ട് ഒരു 15 ദേശങ്ങളിൽ നിന്നാണ് പൂരങ്ങൾ വരുന്നത്. അതിൻ്റെ നിരവധി കാളകളും കുതിരകളും ആണ് ഈ പൂരത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഈ പൂരം ആനപ്പൂരം അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കൂടാതെ കൂത്ത് എന്ന ചടങ്ങിൽ 21 ദിവസം പൂർണ്ണമായും കൂത്ത് നടക്കുന്ന ഒരു കാവും കൂടിയാണ് ആര്യങ്കാവ്. മറ്റുള്ള സ്ഥലങ്ങളിൽ 41 ദിവസം 21 ദിവസം നടക്കുന്ന കൂത്തുണ്ടെങ്കിൽ പോലും ആര്യങ്കാവിൽ ശ്രീരാമ ജനനം മുതൽ പട്ടാഭിഷേകം വരെ ഉള്ള വളരെ വിശുദ്ധമായ കൂത്താണ് ഇതിൻ്റെ ഭാഗമായി നടക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് നാടകക്കളി. നാടകക്കളി വഴിപാട് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് ചെയ്യുന്നതാണ്. ആ ആവശ്യങ്ങൾ നമ്മൾ ഉദ്ദിഷ്ട കാര്യങ്ങൾ എഴുതുമ്പോൾ അവിടെ കൂത്ത് സമയത്ത് ഇത് വായിക്കുകയും ഭഗവാൻ അത് കേൾക്കുന്നു, നമ്മുടെ കാര്യങ്ങൾ നടത്തിത്തരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. രാത്രി ഏതാണ്ട് നിറമാല കഴിയുന്നതോടുകൂടി കൂത്തുമാടം കുട്ടിക്കയറുന്ന ചടങ്ങുണ്ട്. അതിൽ ഭഗവതി കൂത്തുമാടം കുട്ടിക്കയറിയ ഭഗവതി വേണ്ടി ക്ഷേത്രത്തിൻ്റെ പുറത്ത് ഇടതുവശത്ത് പണ്ടാരക്കുടിയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭഗവതി കൂത്ത് കാണാൻ ഭഗവതിയും അന്തിമാളനും കളപ്പാറ മുപ്പിനായരും ഇരിക്കും എന്നുള്ള ഒരു ചടങ്ങുണ്ട്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ സാങ്കല്പികമായി അതിൻ്റെ ഒരു പെര അവിടെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ കൂത്ത് സമയത്ത് പറയുമ്പോൾ ഭഗവതി അത് കേൾക്കുന്നു, നമുക്ക് കാര്യം നടത്തിത്തരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ ഇവിടെ നടക്കുന്ന കളമ്പാട്ട് പൂരക്കാലത്ത് അല്ലാതെ നടക്കുന്നുണ്ട്. പൂരക്കാലത്ത് നടക്കുന്ന കളമ്പാട്ടിനെ സംബന്ധിച്ച് ഭഗവതി ഒരു ശാന്തസ്വരൂപിണിയായിട്ടുള്ള ഭഗവതി ആവാഹിച്ചു കൊണ്ടുവന്ന് ഭക്തർക്ക് അനുഗ്രഹം നൽകുന്ന രീതിയിലാണ്. എന്നാൽ രാവിലെ നടക്കുന്ന ദാരികവധം പാട്ട് ദാരികനെ വധിച്ച് ഉഗ്രരൂപിണിയായ ഭഗവതിയെ ഭദ്രകാളിയെ ശാന്തസ്വരൂപിണിയാക്കുന്നതിന് വേണ്ടിയാണ് രാവിലെ ദാരികവധപ്പാട്ട് എന്നുള്ളതാണ് ഈ കളമ്പാട്ടിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഏതാണ്ട് ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ചെറുപ്പത്തിൽ ഞാൻ ഈ പൂരവുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് തൊഴുകും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ നിരന്തരമായി എൻ്റെ ഒരു ചെറിയച്ചൻ അതുപോലെ തന്നെ ആര്യങ്കാവിനെ കുറിച്ച് പറയുകയും ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഇവിടെ ഒന്ന് തൊഴുകയും പിന്നീട് അത് എല്ലാ ദിവസവുമായി മാറുകയും ഏറെ ആഗ്രഹപ്രകാരം ഇപ്പോൾ കമ്മിറ്റിയുടെ ഭാഗമായി ഈ പൂരം നടത്തിപ്പിന് വേണ്ടി നിൽക്കാൻ സാധിച്ചു. ഏറെ പ്രാർത്ഥിച്ചാൽ വളരെ ശക്തിസ്വരൂപിണിയാണ് ആര്യങ്കാവിലമ്മ എന്നുള്ളതാണ്